ഉസ്താദിൻ്റെ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലൊരു ചരിത്രം കേട്ട്. ഇപ്പോൾ മടവൂർ ശൈഖുന നടന്നു പോകുന്ന സമയത്ത് തഖദ്ദം യാ ജിബ്രീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പല ആളുകളും അതിനെ വിമർശിച്ച്. ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയൊക്കെ അങ്ങനെ പ്രസംഗിച്ചു. അയാൾ പ്രസംഗിച്ചത് അങ്ങനെ പറയാൻ പാടില്ല, സുന്നത്ത് ജമാഅത്തിന് ഒരിക്കലും നിലക്കാത്ത വാദമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല വിവാദങ്ങളും ഉണ്ടായതാണല്ലോ. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. സുഹൃത്തുക്കളെ, ഔലിയാക്കളെ കറാമത്ത് പറയുമ്പം കുളൂസ് പറയരുത്, തെളിവുള്ളതേ പറയാവൂ, അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു. അതിലൊരു ചങ്ങാതി പറയുന്നത് എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബേക്കിൽ നടന്നു എന്നാണ്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു, CM വലിയുള്ള അത് പൊരുത്തപ്പെടുമോ? ഏറ്റവും വലിയ അദബുകേടാണ് മഹാന്മാരെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രസംഗങ്ങൾ. നമ്മൾ ശൈഖുനാൻ്റെ ചരിത്രങ്ങൾ പരന്ന് കിടക്കുന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പം സ്വന്തം ഉണ്ടാക്കി പറയില്ലല്ലോ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ എന്ന് റസൂൽ പറഞ്ഞു. എൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ അതേ സ്ഥാനമാണ് മശായിഖന്മാരെ പേരിലൊക്കെ കള്ളം പറഞ്ഞാണ്ടത്. നമ്മൾ ചരിത്രങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ പറയാം. അത് നമ്മളിപ്പം ചരിത്രം പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താക്കേണ്ട, കള്ളന്മാരായി വ്യാഖ്യാനിക്കും വേണം. ഈ പറഞ്ഞ സംഭവം ഇപ്പം അത് ശൈഖുനാൻ്റെ ചരിത്രത്തിലെ വലിയൊരു സംഭവമാണല്ലോ. അത് ശൈഖുന ഇവിടെ കുരുവട്ടൂർ, കുറ്റിപ്പുറം, 2 സ്ഥലങ്ങളിലാണ് ശൈഖുന ദർസുമായിട്ട് നിന്നത്. ഒന്ന് സ്വന്തം നാട്ടിൽ മടവൂര്, മറ്റൊന്ന് കുരുവട്ടൂര്. അതൊരു കുരുവട്ടൂര് ജുമാഅത്ത് പള്ളി, കുറ്റിപ്പുറം പള്ളിയിൽ അവിടുത്തെ ഖാദി സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശൈഖുനാൻ്റെ യാത്ര സിയാഹത്തിൻ്റെ കാലഘട്ടം, അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശൈഖുന തന്നെ അവിടെ ഒരു മുദരിസിനെ നിശ്ചയിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ദർശനമൊക്കെ വന്ന കൂട്ടത്തിൽ ഒന്ന് മണ്ണാർക്കാട് CP ബാപ്പു മുസ്ലിയാർ, EK സമസ്തയിലെ ജില്ലാ മുഷാവറയിൽപ്പെട്ട ആളാണ്. ഉസ്താദ് ഇന്നുണ്ട്. നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ട്. ഞാനും ബഹുമാനപ്പെട്ടവർ ഒരു അസുഖമായിട്ട് ചെറുപ്പുളശ്ശേരി വല്ലപ്പുഴ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഉസ്താദിനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഷെയ്ഖുനാനെ കുറിച്ച് പറയും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംസാരം മൂപ്പരിൽ നിന്ന് കേൾക്കുന്നത്. പിന്നെ മണ്ണാർക്കാട് പള്ളിയിൽ നിന്ന് പിന്നൊരു സമയത്തും പിന്നെ വേറെ ചില ആളുകളൊക്കെ ചെന്നപ്പം മടവൂർ കാഫിലൊക്കെ വ്യക്തമായിട്ട് ഓരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് ഇവിടെ മുദരിസായി. അതായത് ഷെയ്ഖുന ദർസ് മാറിയപ്പോൾ ബാപ്പു മുസ്ലിയാരാണ് പിന്നെ ഇവിടെ മുദരിസായി. ഷെയ്ഖുന പറഞ്ഞു, മടവൂർ ഷെയ്ഖുന താഴക്കോട് കുഞ്ഞലി മുസ്ലിയാരുടെ ശിഷ്യനാണ്, നല്ല ശമ്പളമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുദരിസാക്കിയ ആളാണ്. അപ്പോൾ ബാപ്പു മുസ്ലിയാർ പറയാൻ, അങ്ങനെ ദർസ് നടക്കുന്നതിനിടയിൽ ചിലപ്പം രാത്രി സമയത്ത് ഷെയ്ഖുന പള്ളിയിൽ വരും. എന്നിട്ട് ഉസ്താദിനെ വിളിക്കും യാത്രയിലേക്ക്. അത് പല സ്ഥലത്തേക്കും നടന്നുള്ള യാത്രയാണ്. അങ്ങനെയുള്ള ഒരു യാത്രയിൽ, കുരുവട്ടൂർ ഭാഗത്തിലോട്ടുള്ള യാത്രയിലാണ് ബാപ്പു മുസ്ലിയാരുണ്ട്, വേറെ 1-2 ആൾക്കാരുണ്ട്. അവര് പെട്ടെന്ന് ഷെയ്ഖുനെ പിറകോട്ടുന്നത് തഖദ്ദം യാ ജിബ്രീൽ. അപ്പോൾ ബാപ്പു മുസ്ലിയാർ ഒരു ആലിമല്ലേ ബാക്കിലുള്ളത്, പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഷെയ്ഖുനാൻ്റെ പിന്നിൽ ജിബ്രീൽ നടക്കുന്നുണ്ട്. ജിബ്രീലിനോട് മുന്നിൽ നിൽക്കാൻ പറയാണ്. പക്ഷെ ജിബ്രീൽ പിന്നെ ഷെയ്ഖുനെ പിന്നെയും പറഞ്ഞു അൻത തഖദ്ദം. അപ്പോൾ 1ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴൊന്നും ജിബ്രീൽ മുന്നോട്ട് നിൽക്കുന്നില്ല, ജിബ്രീൽ ബാക്കിൽ തന്നെയാണ്. ഷെയ്ഖുനെ പിന്നെയും പറയാണെന്നാ. ഇതാണ് ആ സംഭവം. ഇത് ബാപ്പു മുസ്ലിയാർ നമ്മോട് നേരിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ 10 മണി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്, മടവൂർക്ക് പോവുകയാണ്. ഈ പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞ ദർശനം, മച്ചക്കുളമാണ് ദർശൻ്റെ പേര്, മടവൂരിന് തൊട്ട്. അപ്പോൾ മടവൂരിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ മൂപ്പര് യാ ജിബ്രീൽ തഖദ്ദം എന്ന് പറഞ്ഞു. യാ ജിബ്രീൽ തഖദ്ദം, മുമ്പിൽ നടക്കുകയാണ് ജിബ്രീലിനോട്. അതിൽ മടവൂര് അന്ത തഖദ്ദം മൂപ്പര് പിന്മാറി, മടവൂരിന് പിന്മാറി. അന്ത തഖദ്ദം, നീയന്നെ നടക്കണ മുമ്പിൽ ജിബ്രീലിനോട്. ഞാൻ കൂടെ ഉണ്ട്. ഡയറക്റ്റ് കേട്ട സംഭവം, അനുഭവിച്ചതാ. മടവൂർ വായിന്ന് കേട്ടതേ. യാ ജിബ്രീൽ തഖദ്ദം എന്നാണ് ആദ്യം. പിന്നെ മൂപ്പര് കുറച്ചാണ് മൂപ്പര് പിന്മാറി പറഞ്ഞു അന്ത തഖദ്ദം ജിബ്രീലിനോട്. അതിലൊക്കെ നമ്മൾ അനുഭവസ്ഥരാണ്. അപ്പോൾ അള്ളാഹു ആദരിച്ചവർക്കൊരു ബഹുമാനമുണ്ട്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ വിമർശിച്ച് പ്രസംഗിച്ചു പേരോട്. ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. എന്താ അവർ ചെയ്യേണ്ടി? ഇങ്ങനെ സംഭവം പറയുമ്പോൾ ഫസ്റ്റ് അല്ല അങ്ങനെ സംഭവം ഈ ബാപ്പു മുസ്ലിയാരായിട്ടല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അവർക്ക് ബാപ്പു മുസ്ലിയാരടുത്ത് പോയിക്കൂടെ? ചോദിക്കാലോ. ഇവർക്ക് ബാപ്പു മുസ്ലിയാർ അതിനൊന്നും ഇവർ പോകണില്ല, അതിനും ഇവർ പോകണില്ല.
അതേ സമയത്ത് സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു എയർ പിന്നിന്റെ സംഭവം കേട്ടല്ലോ, അവിടെ കായൽപട്ടണത്ത് പോയിട്ട് പിന്നിറക്കി. ആ സംഭവം വിവാദമായപ്പോൾ ഇയാൾ അത് സ്ഥിരപ്പെടുത്താൻ ആ ആലിയാജിനെ ഇറക്കി കൊടുത്തത്. അപ്പൊ ആ മൂപ്പര സ്ഥാപനത്തിന്റെ എന്തോ വിഷയത്തിന് വരുമ്പോൾ അതിനെ റാവിനെ കൊണ്ടുവരിക, എന്നിട്ട് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുക. അതേസമയത്ത് ഷെയ്ഖുന മടവൂരിന്റെ വിഷയം പറയുമ്പോൾ ഒരു ആലിമ് കാര്യപ്പെട്ട ഒരാൾ പറയുമ്പോൾ അതല്ലേ ചെയ്യണ്ടേ, ജീവിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, അതിന് ഒരു ഇതുമില്ല എന്ന് മാത്രമല്ല അതിനോട് നിഷേധിച്ചു. എന്നൊരാൾ പറയാണ് അങ്ങനെ ജിബിരിയിൽ ബാക്കിലൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ ജിബിരിനെ ബാക്കിലാക്കാന്ന് അയാളെ ശൈലി. ഇതൊക്കെ കുരുട്ട് ശൈലിയാണ്. അവിടെ ഇപ്പോൾ മടവൂർ ഷെയ്ഖുന മുമ്പ് നടക്കുന്ന ജിബിരിനെ പിടിച്ച് ബാക്ക് ആക്കിയല്ല, ജിബിരി ഓട്ടോമാറ്റിക് വന്നിട്ട് ബാക്ക് നടക്കുകയാണ്. അത് സുന്നത്ത് ജമാഅത്തിന് നിരക്കൂലാണ്. ഏത് കിതാബ് അവരൊക്കെ പഠിച്ച് സുന്നത്ത് ജമാഅത്തിന് നിരക്കൂലാന്ന് ഒരു മര്യാദക്ക് ഇതിൻ്റെ ഒരു ചെറിയ കിതാബ് ഓതുന്നവൻ പറയുമോ? കാരണം ജിബിരിയിൽ ഇപ്പം ജിബിരിലിൻ്റെ സൗകര്യമല്ലേ ജിബിരിയിലൂടെ നടക്കണം. അതിന് പറയാം അത് ജിബിരിലിനെ തങ്കീസാക്കലാണ്. ജിബിരിയിൽ ബാക്കിൽ നടന്ന സംഭവം ഉണ്ടായി എന്നുള്ളൊരു വാക്യത്ത് പറയുന്നതുകൊണ്ട് ജിബിരിലിനോട് കൊച്ചാക്കലുണ്ടായിട്ടില്ല, ജിബിരിയിൽ വന്നതല്ലേ. ഇപ്പം ഇമാം മഹ്ദി തങ്ങൾ ഇവിടെ വരും, ഹദീസിൽ കാണാം മഹ്ദി വന്ന് അതേ സമയത്ത് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം വരും. ഓ യുസല്ലി ഖൽഫഹൂന, മഹ്ദി ഇമാമിന്റെ ബാക്കിൽ ആരും നിസ്കരിക്കും? ഈസാ നബി നിസ്കരിക്കും. അപ്പൊ മഹ്ദി ഇമാം പറയും തഖദ്ദം, നിങ്ങൾ മുന്നിക്ക് നിൽക്കുന്നു. പക്ഷേ ഈസാ നബി നിൽക്കൂലാന, ബാക്കിൽ തന്നെ നിസ്കരിക്കുന്ന. അല്ല, ഈ ഹദീസിനെ ഈ പേരോടിനെ പോലത്തെ കുറെ ആൾക്കാർ പറഞ്ഞു അത് ശരിയാവൂല, അത് നബിനെ തങ്കീസാക്കലാണ്. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട് ഒരു തങ്കീസും അതിലില്ല. കാരണം അവിടെ ഈസാ നബിന്റെ സൗകര്യമാണ്, ഒരു ഇമാം മഹ്ദിന്റെ ഷറഫ് അറിയിക്കുകയാണ്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ആ സംഭവം CP ബാപ്പു മുസ്ലിയാർ പറഞ്ഞതാണ്. സുന്നത്ത് ജമാഅത്ത് നിരക്കാത്തൊരു സംഭവം അതിലില്ല. ഇത്തരം വിഷയം കേട്ട ഇൻസാഫ് ഉണ്ടെങ്കിൽ, നീതി ഉണ്ടെങ്കിൽ ആ ആളുകളെ പോയി കാണണം, എന്നിട്ട് അത് അന്വേഷിച്ച് മനസ്സിലാക്കണം. അപ്പൊ അതാണ് അതിന്റെ വസ്തുത. ശരി.